ആരോ ഒരാൾ ഭാഗം 32. അപ്പോൾ ഇന്നലെ വരെ ഞാൻ കണ്ടതെല്ലാം അസത്യമായിരുന്നോ? എൻ്റെ സച്ചുവേട്ടൻ എവിടെയും പോയിട്ടില്ല. ഇവിടെ എവിടെയൊക്കെയോ ഇരുന്ന് എന്നെ നോക്കുന്നുണ്ട്. അവൾ പിച്ചും പേയും പറയുന്നത് കേട്ടാണ് റോഷൻ ആ മുറിയിലേക്ക് വന്നത്. പാവം, പുറമെ വലിയ കരുത്തുള്ളവളായി എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ തകർന്ന് കരയുകയാണ്. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ കുറേയേറെ നേരം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ പതുക്കെ അവളുടെ അടുത്തേക്കിരുന്നു. അലസമായി പാറിപ്പറന്നു കിടന്ന അവളുടെ മുടിയിഴകളെ അവൻ മെല്ലെ ഒതുക്കി മാറ്റി. പതുക്കെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ആ സ്പർശനത്തിൽ അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി പടർന്നു. യാന്ത്രികമായി അവൾ അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടു. പിന്നെ ഉറക്കത്തിൽ തന്നെ ആ കൈകളെ അവൾ നെഞ്ചോട് ചേർത്തു. ഐ ലവ് യു, അവൾ അവൻ്റെ കൈകളെ ചുംബിച്ചുകൊണ്ട് ഒരു മന്ത്രം പോലെ പറഞ്ഞു. കുറേയേറെ ദിവസങ്ങളായി താൻ കേൾക്കാൻ കൊതിക്കുന്ന ആ വാക്കുകൾ ഒരു കുളിർമഴ പോലെ റോഷനെ കോരിത്തെരിപ്പിച്ചു. അവളിൽ നിന്നും കൈകൾ പിൻവലിക്കാതെ ഏറെ നേരം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഒരു പനിനീർ പൂവ് വിടരുന്ന ശാന്തതയോടെ അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. റോഷൻ അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കിയിരുന്നു. തൻ്റെ മുൻപിൽ റോഷനെ കണ്ടപ്പോൾ അവൾ അവന് നേരെ പുഞ്ചിരി തൂകി. പെട്ടെന്നാണ് അവൻ്റെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നു എന്ന കാര്യം അവൾ ശ്രദ്ധിച്ചത്. സോറി, തെല്ലൊരു ജാള്യതയോടെ അവൾ അവൻ്റെ കൈകൾ സ്വതന്ത്രമാക്കി. അത് ഞാൻ അറിയാതെ, അവൾ വാക്കുകൾക്കായി പരതി. മെർലിൻ, ഇടറുന്നതും വികാരഭരിതവുമായ സ്വരത്തോടെ റോഷൻ വിളിച്ചു. എന്തേ എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. ഡാ, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിന്റെ ആത്മാർത്ഥമായ സ്നേഹം ഞാൻ പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ജീവിതം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ, അവൻ്റെ വാക്കുകൾ ഇടറി. പക്ഷേ ഇപ്പോൾ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എനിക്ക് ഒരേ ഒരു ചാൻസ് കൂടി തന്നുകൂടെ? എന്നോട് ക്ഷമിച്ചുകൂടെ? ഇനിയെങ്കിലും നിന്റെ അവഗണനകൾ കൊണ്ട് എന്നെ ശിക്ഷിക്കാതിരുന്നുകൂടെ? മെർലിന് തടയാൻ അവസരം കിട്ടും മുൻപ് അവൻ അവളുടെ കാലുകളെ പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ്റെ കണ്ണുനീർ അവളുടെ പാദങ്ങളെ നനച്ചു. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാനാവാതെ മെർലിൻ ഒരു നിമിഷം പകച്ചിരുന്നു. പിന്നെ അവൻ്റെ വാക്കുകൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. ഡാ, അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിമിഷത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ആ പെണ്ണിൻ്റെ മനസ്സിനുണ്ടായിരുന്നില്ല. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ റോഷൻ്റെ മാറിലേക്ക് ചേർന്നു. അവളുടെ കണ്ണുകൾ പേമാരി പോലെ പെയ്തു. അവൾ അവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അതെ, ഇത് പ്രണയത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. എത്ര അടക്കി പിടിച്ചാലും അതൊരു നാൾ എല്ലാ മറയും നീക്കി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. റോഷൻ അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ. മോനെ റോഷ! താഴെ നിന്നും സൂസൻ്റെ ഉച്ചത്തിലുള്ള വിളിയാണ് അവരെ ഉണർത്തിയത്. അവർ അകന്നുമാറി. മെർലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു നാണം തത്തിക്കളിച്ചു. ഞാനിപ്പോൾ വരാം, ഒന്ന് ഫ്രഷായിട്ട്. അവൾ അവനിൽ നിന്ന് ഓടി ഒളിക്കാൻ എന്നതുപോലെ വാഷ്റൂമിലേക്ക് ഓടി. റോഷൻ മേശപ്പുറത്തിരുന്ന സച്ചുവേട്ടൻ്റെ ഫോട്ടോയെടുത്ത് അതിലേക്ക് നോക്കി. സച്ചുവേട്ടൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. ആ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. സച്ചുവേട്ടൻ്റെ പ്രാണനായിരുന്നു അവൾ. ഈ ഒരു നിമിഷത്തിനായി ആ മനസ്സ് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാകും. റോഷൻ്റെ ചുണ്ടുകൾ സച്ചുവിൻ്റെ മുഖത്തേക്ക് പതിഞ്ഞു. അവൻ പൊട്ടിക്കരഞ്ഞു. ഏട്ടാ, ഞാൻ ഏറെ വൈകിപ്പോയി. അവളുടെ സ്നേഹത്തിന് എനിക്ക് അർഹതയില്ല. എങ്കിലും എനിക്കത് വേണമേട്ടാ. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. കണ്ണുനീർത്തുള്ളികളുടെ അകമ്പടിയോടെ അവൻ സച്ചുവിനെ നോക്കി പറഞ്ഞു. മോനെ, നീ എവിടെ ഉണ്ടായിരുന്നോ? അവൾ എവിടെ? മകൻ്റെ അവസ്ഥ കണ്ട് തുളുമ്പുന്ന കണ്ണുനീർത്തുള്ളികൾ അവനിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് സൂസൻ അവനോട് ചോദിച്ചു. ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറിയതാ, ഇപ്പോൾ വരും. അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സന്തോഷത്താൽ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. മകൻ്റെ പെട്ടെന്നുള്ള മാറ്റം അവരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. അവർ അതീവ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. എൻ്റെ സൂസമ്മേ, ഇവിടെ ഇങ്ങനെ തപ്പിത്തടഞ്ഞു നിൽക്കാതെ താഴേക്ക് പൊയ്ക്കോ. എനിക്കൊരു ചെറിയ കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കാനുണ്ട്.
അമ്മയുടെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആയിക്കോട്ടെ, കഴിയുമ്പോൾ രണ്ടും കൂടി അങ്ങ് വന്നേക്കണം കേട്ടോ. എന്തൊക്കെയോ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ആ അമ്മ പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. മകന്റെ കണ്ണുകളിൽ വീണ്ടും പ്രണയത്തിന്റെ തിളക്കം കണ്ട സംതൃപ്തി ആ മുഖത്തുണ്ടായിരുന്നു. വാഷ്റൂമിലേക്ക് കയറിയ മെർലിന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവൾ നിറഞ്ഞ സന്തോഷത്തോടെ നിന്നിടത്ത് തന്നെ ഒന്ന് വട്ടം കറങ്ങി. കൈകളിൽ മുഖം താങ്ങിക്കൊണ്ട് കണ്ണാടിയിലെ സ്വന്തം രൂപത്തെ സൂക്ഷിച്ചു നോക്കി. ആദ്യമായിട്ടാണ് തൻ്റെ സൗന്ദര്യത്തിൽ തനിക്ക് തന്നെ ഇത്രയേറെ മതിപ്പ് തോന്നുന്നത്. തൻ്റെ സൗന്ദര്യം അത് റോഷന് മാത്രം അവകാശപ്പെട്ടതാണ്. ചെറുപ്പത്തിൽ എപ്പോഴോ മനസ്സിൽ കുറിച്ചിട്ട കാര്യം അവൻ ഒരിക്കലും തൻ്റെ സ്വന്തമാകില്ലെന്ന് കരുതിയപ്പോൾ ആ സൗന്ദര്യത്തെപ്പറ്റി താൻ മറന്നുപോയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവൻ തൻ്റെ സ്വന്തമായിരിക്കുന്നു എന്നൊരു തോന്നൽ. തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ തന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന റോഷന്റെ പ്രണയത്തിൻ്റെ തണുപ്പ് അവൾ അറിയുകയായിരുന്നു. ഇന്നുവരെ തൻ്റെ ശരീരത്തിനോ മനസ്സിനോ തോന്നാത്ത എന്തൊക്കെയോ വികാരങ്ങൾ തന്നിലേക്ക് ആഴത്തിൽ പടർന്നിറങ്ങുന്നു. അവൻ്റെ മുൻപിൽ താൻ വെറും പെണ്ണായി മാത്രം മാറുകയാണോ? അവൾ സ്വയം ചോദിച്ചു. ഒരിക്കൽ ഉപേക്ഷിച്ചതാണ് അവനോടുള്ള പ്രണയം. പക്ഷെ വീണ്ടും അവനിലേക്ക് തന്നെ, അവനിലേക്ക് മാത്രമായി താൻ ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഈശോയെ, ഇനിയൊരു പരീക്ഷണം, അത് താങ്ങാനുള്ള കരുത്തെനിക്കില്ല. ഇനിയൊരു നഷ്ടത്തെ ഏറ്റുവാങ്ങാൻ ഇടയാക്കല്ലേ. അവൾ മുകളിലേക്ക് നോക്കി കൈകൂപ്പി. ഡാ, കഴിഞ്ഞില്ലേ? മമ്മി വിളിക്കുന്നുണ്ട്. റോഷന്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. ദാ വരുന്നു, ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ ടവലെടുത്ത് മുഖം അമർത്തി തുടച്ചു. പൊതുവെ ഇളം റോസ് നിറമായിരുന്ന അവളുടെ മുഖം ഇപ്പോൾ ഗുൽമോഹർ പൂവ് പോലെ ചുവന്നു തൊടുത്തിരുന്നു. ആകെ നാണക്കേടായി. ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? അവളുടെ ചിന്തകൾ വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നതിന് തടസ്സമായി നിന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ നാണക്കേടിൻ്റെ പ്രശ്നം എന്താണുള്ളത്? എത്രയോ വർഷങ്ങളായി സ്വന്തമെന്ന് കണ്ട് സ്നേഹിച്ചതാണ് താൻ അവനെ. അല്ലെങ്കിൽ മാതാപിതാക്കൾ നേരത്തെ തന്നെ തീർച്ചയാക്കിയ ബന്ധം. പക്ഷെ സാഹചര്യം, അതൊന്നുകൊണ്ട് മാത്രം ഇതുവരെ ആ പ്രണയം തുറന്നു പറയാനായില്ല. അത് എൻ്റെ കുറ്റമല്ലല്ലോ. അവളുടെ മനസ്സ് സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തി. അവൾ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അപ്പോൾ അവൾ കണ്ടു തന്നെയും നോക്കി വാതിൽക്കൽ തന്നെ നിൽക്കുന്ന റോഷനെ. കൈകൾ കെട്ടി മുഖത്ത് നിറയെ കുസൃതി ചിരിയോടെയുള്ള അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ നാണത്താൽ മുഖം കുനിച്ചു. സച്ചുവേട്ടൻ്റെ മരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനെ ചിരിയോടെ കാണുന്നത്. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഡാ, നമുക്ക് താഴേക്ക് പോയാലോ? മമ്മി വിളിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അവൾ പെട്ടെന്ന് അവനെ മറികടന്നു പോകാൻ ശ്രമിച്ചു. ആ, അത് ശരിയാ, മമ്മി വിളിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലതൊക്കെ നിന്നിൽ നിന്ന് കേൾക്കണം. അതുപോലെ നിന്റെ കണ്ണുകളിൽ നോക്കി എനിക്ക് നിന്നോട് ചിലത് പറയാനുമുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. ആ വാക്കുകൾക്കൊപ്പം അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. എന്നെ വിട്, എനിക്ക് പോണം. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ കുതറി മാറാൻ നോക്കും തോറും അവൻ്റെ കൈകൾ തന്നിൽ മുറുകുന്നത് അവൾ അറിഞ്ഞു. അവൾ നാണത്തോടെ മുഖമുയർത്തി അവനെ നോക്കി. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. ആ നോട്ടത്തെ അഭിമുഖീകരിക്കാനാകാതെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഡാ, നിനക്കിപ്പോഴും എന്നോട് ആ പഴയ പ്രണയമുണ്ടോ? കാതോരം ആ ചോദ്യം മുഴങ്ങിയപ്പോൾ അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഞാൻ ഇത്രയേറെ അകറ്റി നിർത്തിയിട്ടും നിനക്കിപ്പോഴും എന്നെ സ്നേഹിക്കാനാകുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. എത്രയോ വർഷങ്ങളായി ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നിന്റെ മാത്രം നല്ല പാതിയാകാനുള്ള കാത്തിരിപ്പിലായിരുന്നില്ല ഞാൻ. എന്നിട്ടും. അവൻ്റെ ചോദ്യത്തിനുത്തരമായി അവൾ തേങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്റെ പ്രണയത്തെ മനസ്സിലാവാതല്ല, നിന്റെ വാക്കുകളിൽ നിനക്ക് എന്നോടുള്ള പ്രണയം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ആവാഹിക്കാൻ എന്തെന്നില്ലാത്ത ഒരു കൊതി തോന്നുന്നു. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഒരുമിക്കുമ്പോൾ മനസ്സിലെ ചിപ്പിക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ ഒരു നിമിഷം, അതുമാത്രം പ്ലീസ്. റോഷന്റെ വാക്കുകൾ കാതരമായി. മെർലിൻ റോഷന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ തന്നോട് നിറയുന്ന പ്രണയം തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് അവൾ അറിഞ്ഞു. മെർലിൻ പതുക്കെ തൻ്റെ കൈകൾ റോഷന്റെ കഴുത്തിലേക്ക് ചുറ്റിപ്പിടിച്ച് കാൽ വിരലുകളിൽ പൊങ്ങി അവൻ്റെ ചുണ്ടിൽ ആഞ്ഞു ചുംബിച്ചു. അവൾ പറയാതെ അവൻ അറിയുകയായിരുന്നു അവൾക്ക് തന്നോടുള്ള പ്രണയത്തിൻ്റെ പൂർണ്ണത. ശ്വാസം മുട്ടിത്തുടങ്ങിയപ്പോൾ അവൾ അവനിൽ നിന്നും അടർന്നു മാറാനായി ശ്രമിച്ചു.
പക്ഷേ അവൻ അവളിലേക്ക് ഒരു മുല്ലവള്ളി പോലെ പടർന്നു കയറി. അതുവരെ തൻ്റെ ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന എല്ലാ വികാരങ്ങളും മറന്നേക്ക് പുറത്തു വരുന്നത് മെർലിൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണുടലിൻ്റെ മോഹങ്ങളെല്ലാം തന്നിലും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. താൻ പൂർണ്ണമായും അവന് കീഴ്പ്പെട്ടു പോകുമോ എന്ന് പോലും അവൾ സംശയിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഭിത്തിയിലെ ക്രൂശിത രൂപത്തിൽ പതിഞ്ഞു. പരിശുദ്ധമായ ഒരു താലിയുടെ ബന്ധം, അതില്ലാതെ ഇതൊന്നും പാടില്ല മോളെ. ശക്തമായ ആ വാക്കുകൾ ഒരശരീരി പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി. അവൾ സർവശക്തിയും എടുത്ത് അവനെ തള്ളിമാറ്റി. സോറി, ഞാൻ അറിയാതെ. അവളുടെ ശ്വാസം കിതച്ചു. പ്ലീസ്, ഒന്നുകൂടി. നിനക്ക് എന്നോടുള്ള പ്രണയം നിന്റെ വാക്കുകളിൽ കൂടെ എനിക്ക് തിരിച്ചറിയണം. മെർലിനെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് റോഷൻ കെഞ്ചി. ഇതിലും നന്നായി പ്രണയം പറയാൻ എനിക്കാകില്ലടാ. ഇനി എത്ര ജന്മമെടുത്താലും ഈ പെണ്ണിൻ്റെ ആത്മാവിലോ ചിന്തകളിലോ പോലും വേറൊരാൾ ഉണ്ടാകില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അംശത്തിലും നീ മാത്രമാണുള്ളത്. നിന്നോടുള്ള പ്രണയം മാത്രമാണ്. ഐ ലവ് യു സോ മച്ച്. നീ ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകാതിരുന്നാൽ മാത്രം മതി. ഈ മെർലിൻ നിൻ്റേതാണ്, നിൻ്റെ മാത്രം. ഒരു മാന്ത്രികൻ്റെ കരസ്പർശത്തിൽ എന്നതുപോലെ മെർലിൻ അവനിലേക്ക് മാത്രമായി ലയിച്ചു ചേർന്ന നിമിഷമായിരുന്നു അത്. മോളെ. പെട്ടെന്നാണ് താഴെ നിന്നും മമ്മിയുടെ വിളി കേട്ടത്. ഡാ, ഇനിയും ഇവിടെ നിന്ന് ശരിയാവില്ല. വാ, നമുക്ക് പോകാം. വിവാഹത്തിന് മുൻപ്. പൂർത്തിയാക്കാതെ അവൾ നാണത്തോടെ മുഖം കുനിച്ചു. വിവാഹത്തിന് മുൻപ്? എന്തിനാ അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ? ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേണമെങ്കിലും ഞാൻ റെഡി. ഓടാൻ തുടങ്ങിയ അവളെ വീണ്ടും നെഞ്ചോട് ചേർത്തുകൊണ്ട് റോഷൻ പറഞ്ഞു. അയ്യേ വഷളൻ. അവൾ നാണത്തോടെ അവൻ്റെ മാറിലേക്ക് മുഖമൊളിപ്പിച്ചു. ഡാ, എന്നെ ഒന്ന് നോക്കിക്കേ. നിന്റെ കണ്ണുകളിൽ നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. വരണ്ട ഭൂമിക്ക് മഴ പോലെയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. എൻ്റെ ആത്മാവിൻ്റെ ഓരോ അണുവിലും ഞാൻ നിനക്കായി ദാഹിക്കുന്നു. ഈ റോഷൻ നിൻ്റേതാണ്, നിൻ്റേത് മാത്രം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മറ്റൊരു പെണ്ണ് റോഷൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ റോഷനില്ല. അവസാന വാക്കുകൾ ഒരു തീമഴ പോലെ തന്നിലേക്ക് പെയ്തിറങ്ങുന്നത് മെർലിന് സഹിക്കാനായില്ല. അവൾ കൈകൾ കൊണ്ട് അവൻ്റെ വാ പൊത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ ഇത്? കരയില്ലേ? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് റോഷൻ പറഞ്ഞു. കുറച്ചേറെ നേരം അവർ ആ നിൽപ്പ് തുടർന്നു. പിന്നെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവർ താഴേക്ക് നടന്നു. അവർ താഴെ എത്തുമ്പോൾ ഡൈനിങ് റൂമിൽ സൂസനും ശോശിയും സംസാരിച്ചു കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പൊതുവെ മ്ലാനമായിരുന്ന മക്കളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ട് അവർ പരസ്പരം നോക്കി. അമ്മേ, എനിക്ക് വിശക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് മെർലിൻ ഒരു പ്ലേറ്റ് എടുത്ത് തൻ്റെ മുമ്പിലേക്ക് വെച്ച് കസേര വലിച്ചിട്ടിരുന്നു. തൊട്ടടുത്ത് തന്നെയായി റോഷനും. മക്കൾ മുതിർന്നതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു മാതാപിതാക്കൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അതുകൊണ്ട് തന്നെ സൂസൻ അതിശയത്തോടെ ശോശിയെ നോക്കി. അവർ യാന്ത്രികമായി മകന് നേരെ ഒരു പ്ലേറ്റ് നീട്ടി. വേണ്ട മമ്മി, ഞങ്ങളിന്ന് ഒരുമിച്ചാ, അല്ലേടാ? അവൻ മെർലിനെ നോക്കി. അവൾ സമ്മതഭാവത്തിൽ പ്ലേറ്റിലേക്ക് നോക്കി തലകുലുക്കി. എന്താണിത്? സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. പെണ്ണിനാണെങ്കിൽ ജനിച്ചിട്ട് ഇന്നുവരെ കാണാത്ത ഒരുതരം നാണവും. ഞങ്ങളോട് പറയാത്തതായി എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? സൂസൻ കുസൃതി ചിരിയോടെ അവരുടെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. വെറുതെ ഓരോരോ തോന്നലുകൾ. അതെന്താ, ഞങ്ങൾക്ക് ഒരു പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൂടെ? ചിലപ്പോൾ ഞാൻ വാരിക്കൊടുത്തെന്നും വരും. ഒന്നല്ലേലും ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ഇവൾ. അത് പറഞ്ഞുകൊണ്ട് അവൻ ഒരു പിടി ചോറ് മെർലിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതുകൂടിയായപ്പോൾ മെർലിൻ കണ്ണും തള്ളി അവനെ നോക്കിയിരുന്നു. കർത്താവേ, ഞാൻ എന്നതായി ഈ കാണുന്നത്? സൂസൻ, ഒരു മിനിറ്റ്. അത് പറഞ്ഞുകൊണ്ട് ശോശ പുറത്തേക്കോടി. എടോ, എന്താ പറ്റിയത്? താൻ എന്തിനാ പുറത്തേക്ക് ഓടിയത്? ചിരിയോടെ അകത്തേക്ക് വന്ന് ശോശയെ നോക്കി സൂസൻ ചോദിച്ചു. ഒന്നും പറയണ്ട എൻ്റെ സൂസക്കൊച്ചേ. ഇനി വല്ല കാക്കയും മലർന്നു പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഇനിയിപ്പോൾ മരിച്ചാലും വേണ്ടില്ല. ശോശ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഓഞ്ഞ തമാശ പറയല്ലേ എൻ്റെ ശോശാമ്മോ. അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നോക്കി തന്നിട്ട് മതി. രണ്ടുപേരും കേട്ടല്ലോ അല്ലേ? റോഷൻ പൊട്ടിച്ചിരിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ആ വീടിൻ്റെ സന്തോഷം തിരിച്ചു വന്നതുപോലെ എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു.
അല്ല മോനെ, നീ എന്തിനാ രാവിലെ ആശുപത്രിയിലേക്ക് തിരിച്ചു പോയത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജാസ്മിൻ എന്തെങ്കിലും? പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് സൂസൻ ചോദിച്ചു. അതുവരെ സന്തോഷത്തോടെ ഇരുന്ന റോഷന്റെ മുഖം മാറി. അവൻ വല്ലാത്ത ആലോചനയോടെ മെർലിന് നേരെ നോക്കി. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.